പാലാ സഹൃദയ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ലളിതാംബിക അന്തർജനത്തിന്റെ 39ാം ചരമവാർഷികത്തിന്റെ ഭാഗമായി സ്മൃതി സദസ് നടത്തി. ഗാനരചയിതാവ് കടനാട് വിജയകുമാർ സ്മൃതി സദസ് ഉദ്ഘാടനം ചെയ്തു. ലളിതാംബിക അന്തർജനത്തിന്റെ സ്മാരകം പാലായിൽ സ്ഥാപിക്കണമെന്ന് സഹൃദയ സമിതി യോഗം ആവശ്യപ്പെട്ടു. പ്രസിഡന്റ് രവി പുലിയന്നൂർ അധ്യക്ഷനായിരുന്നു. ചാക്കോസി പുരിയത്ത്, രവി പാല, ജയകൃഷ്ണൻ, ഡി ശ്രീദേവി, മധുസൂദനൻ, ജോസ് ആന്റണി, ശിവദാസ് പുലിയന്നൂർ തുടങ്ങിയവർ പ്രസംഗിച്ചു. തുടർന്ന് കഥയരങ്ങും നടന്നു. പാലാ സെന്റ് തോമസിലൊക്കെ മലയാളം ഐച്ഛിക വിഷയമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ആ വിഷയം പഠിക്കുന്ന കുട്ടികൾക്കെതിരെ അവിടുത്തെ HOD-യുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് ഇതുപോലുള്ള സഭകളിൽ വന്ന് ഇരിക്കുകയും നോട്ട് എഴുതുകയൊക്കെ ചെയ്യാൻ പാടില്ലേ? എന്നെക്കാലത്ത് എത്ര വിദഗ്ധന്മാർ ഇവിടെ വന്നിട്ടുള്ള സ്ഥലമാണിത്. ഞാനിത് കൊട്ടാരം കോളേജിലായിരുന്നു എൻ്റെ ആദ്യകാലം എന്ന് സാറ് പറഞ്ഞു. അന്ന് ഞാൻ കൊട്ടാരം കോളേജിൽ പഠിപ്പിക്കുന്നുണ്ട് മലയാളം. അവിടെ സഹൃദയ സമിതിയുടെ മീറ്റിംഗ് നടക്കുന്നുണ്ട്. എത്രയോ പ്രഗത്ഭന്മാരായിട്ടുള്ള ആൾക്കാരവിടെ വന്നിട്ടുണ്ട്. മലയാളത്തിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ തുടങ്ങിയിട്ട് ഒരുപാട് കാലമായി സെന്റ് തോമസ്. അപ്പോൾ അവിടുത്തെ കുട്ടികളെ കൂടി അറിയിച്ചാൽ കുറച്ച് പേര് ലോക്കലായിട്ടുള്ളവരും ഹോസ്റ്റലിലുള്ളവരും ഒക്കെ വന്ന് അവർക്ക് പ്രയോജനകരമാവില്ലേ? അന്തർജനത്തെ കൂടാതെ എന്ത് സാഹിത്യ പഠനം? അതെ, അന്തർജനം പഠിക്കാതെ സാഹിത്യ പഠനം ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയും കൂടി ഉണ്ടാക്കി.